സർ, വേണുചേട്ടാ, ചേച്ചി, ഇന്ന് നമുക്ക് സൂപ്പർ സ്റ്റാറിൽ നമ്മളുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ട്. എനിക്കറിയാം. നിങ്ങൾ 3 പേരും മാത്രമല്ല, നമ്മളിങ്ങനെ യാത്ര തുടങ്ങുമ്പോൾ ചിലപ്പോ ഈ സീറ്റിൽ ഇനി ഒരുപാട് ആൾക്കാർ വരുമല്ലോ. ഈ 3 പേരുടെ കൂട്ടത്തിൽ നമ്മൾ ഞങ്ങളിതൊരു ബസ് ആക്കാനാണ് തീരുമാനം. വെരി ഗുഡ്. നല്ലതല്ലേ? ബസ് മതിന്നല്ലേ? ഓക്കെ, അപ്പൊ ആളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പൊ നമ്മൾ ദേവരാജ മാസ്റ്റർ റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാഷ് ഈ സംഗീത ലോകത്തേക്ക് തന്ന ഒരു അടിപൊളി ഗായകനാണ്. ഓക്കെ, മാഷിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ദേവരാജ മാസ്റ്റർ. ഒരുപാട് വേണ്ട അല്ലേ? എന്നാലും നമുക്കിനി മാഷിന്റെ ഒരുപാട് കാര്യങ്ങൾ ആളോട് ചോദിച്ചറിയാം. എന്നാലും ഒരു അത് വേണ്ടായിരുന്നു. ക്ലൂ ഒക്കെ പിടികിട്ടിയില്ല ആരാണെന്ന്. നമ്മളുടെ ഒക്കെ സ്വന്തം സുധീപേട്ടനാണ്. സുധീപേട്ട, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു, സന്തോഷം. അതെ, കറക്റ്റ് സമയത്താണ് ചേട്ടൻ വന്നത്. ഇപ്പൊ നമുക്ക് ദേവരാഗം എന്ന് പറഞ്ഞ റൗണ്ട് നടക്കാണ്. മാസ്റ്റർ റൗണ്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ഓൾറെഡി കുറച്ച് പാട്ടുകളൊക്കെ പാടി. അപ്പോ ചേട്ടൻ വന്നതിൽ ഒരുപാട് സന്തോഷം. വളരെ സന്തോഷം. എനിക്കും ദേവരാജ മാസ്റ്റർ പാട്ടുകൾ എന്ന് പറയുമ്പോൾ അതെ എല്ലാവർക്കും ഇഷ്ടമാണ്. കൂട്ടത്തിൽ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം തോന്നുന്നതിന് കാരണം പല പാട്ടുകളും നമ്മൾ മാസ്റ്റർ പഠിച്ച പാട്ടുകൾ മാത്രമല്ല, അല്ലാതെ തന്നെ ഒരുപാട് കേട്ട് ഓർമ്മ വെച്ച നാൾ മുതൽ ഹൃദയത്തിൽ കൊണ്ടു നടന്ന പാട്ടുകളൊക്കെയാണ്. അതൊക്കെ കൊച്ചുകുട്ടികൾ, പുതിയ തലമുറയിൽ ഉള്ള കുട്ടികൾ പാടുമ്പോൾ അവരത് ഉൾക്കൊള്ളുമ്പോൾ അവർ പുതിയ തലമുറയിലേക്ക് ഈ പാട്ടുകൾ കൊണ്ടുവരുമ്പോൾ അത് വലിയ സന്തോഷമാണ്. അത് കേൾക്കാനും ആസ്വദിക്കാനും വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. സുധീപേട്ട, എങ്ങനെയാണ് മാസ്റ്ററിനെ ആദ്യമായിട്ട് കണ്ടത്? അല്ലെങ്കിൽ ആ ഒരു കൂട്ടിച്ചേരൽ എങ്ങനെയായിരുന്നു ഫസ്റ്റ്? കൃത്യമായിട്ട് പറഞ്ഞ 1999 കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ദേവരാജ മാസ്റ്റർ ഒരു ചികിത്സയ്ക്ക് വേണ്ടി അഡ്മിറ്റഡ് ആയി. അങ്ങനെ അഡ്മിറ്റഡ് ആയ സമയത്ത് ഞാനൊരു റെക്കോർഡിങ്, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ തേജ് ചേട്ടന്റെ ഒരു പാട്ട് പാടാൻ കോഴിക്കോട് റെക്കോർഡിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോ കോഴിക്കോട് നേരത്തെ അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരിച്ചുപോയത്, സംഗീത സംവിധായകൻ NP പ്രഭാകരൻ സാറിന്റെ. അപ്പൊ ഞാൻ അവിടെ ചെന്നാൽ എപ്പോഴും വിളിക്കും. അന്ന് പ്രഭാകരൻ സാറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, എടാ ഇവിടെ ദേവരാജ മാസ്റ്റർ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്, ഞാനൊന്ന് കാണാൻ പോകുന്നുണ്ട്. PK ഗോപി ലിറിക് റൈറ്റർ അദ്ദേഹം ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ പോകുന്ന സമയത്ത് നീ കൂടെ വന്നാൽ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദേവരാജ മാസ്റ്ററെ കാണാൻ വേണ്ടി അവിടെ പോകുന്നു. അവിടെ ചെന്ന് അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയമാണ്. അപ്പൊ എന്റെ കയ്യിലൊരു ഫോണുണ്ട്. അപ്പൊ എനിക്കൊരു സാമാന്യ ബുദ്ധി വന്നില്ല, ഈ ഫോണൊന്ന് സൈലന്റ് ആക്കി വെക്കണമെന്ന് തോന്നിയില്ല. മാസ്റ്റർ കാണാൻ സൈലന്റ് ആക്കാൻ പറ്റും, മറ്റേ ഐറ്റമല്ലേ കൊമ്പുള്ളത്, അതിന്റെ ഒന്നും അറിഞ്ഞൂടാ, വാങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി, ആ റൂമിൽ കയറി നിൽക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ബെല്ലടിച്ചു. ഫോൺ അതിഭീകരമായ ശബ്ദമാണ്. ഇന്നത്തെ പോലെ സുഖമുള്ള ഇങ്ങനെ പാട്ടൊന്നും അല്ലല്ലോ. ഒരു ചെവി പൊട്ടുന്ന ശബ്ദത്തിൽ ബെല്ലടിക്കുന്നു, ഒരു മരണമാണ്. അപ്പൊ മാസ്റ്റർ ഒന്നാമത് ഈ മൊബൈൽ ഫോണൊക്കെ ഇറങ്ങിയ സമയത്ത് ദേഷ്യമുള്ള സമയം, ആരാ അവനെ ഇവിടെ കൊണ്ടുവന്ന് പിടിച്ച് പുറത്തിറക്കുന്നു പറഞ്ഞു. അങ്ങനെ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചാണ് പരിചയപ്പെടുന്നത്. ആദ്യ ദിവസം എന്നെ വിളിച്ച് വെളിയിലിറക്കി. ഞാൻ വെളിയിൽ നിന്നു. ആദ്യം ഒന്നുമില്ല, എന്താ ഇതെന്ന് ചോദിച്ചതേ ഉള്ളൂ. ആദ്യം സോറി, ഒരു ചെറിയ തെറ്റ് പറ്റി കഥയിൽ കേട്ടോ. ആദ്യം എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു മൊബൈൽ ഫോൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്തു. അപ്പോഴും സൈലന്റ് ആക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിച്ചില്ല, മനസ്സിലായില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഫോൺ അടിച്ചപ്പോഴാണ് പിടിച്ച് വെളിയിലിറക്കാൻ പറഞ്ഞു. എന്നെ വിളിച്ച് പുറത്തിറക്കി. ഞാൻ ആ കൊറിഡോറിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേറെ കുറച്ച് സമയം നിന്നു. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും മാസ്റ്ററുടെ വൈഫ് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ കുറച്ച് ദേഷ്യക്കാരാണ്, മോനത് കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് കയറി വന്ന് സംസാരിച്ചു. എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാനന്ന് കോളേജിൽ പഠിക്കുകയാണ്. എല്ലാം പറഞ്ഞു. ഒരു ചെറിയ പരിചയം മാത്രമേ ഉള്ളൂ. അതായത് എന്നെ ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് കൊണ്ടുപോയത്. ആ രീതിയിൽ അങ്ങോട്ട് ഏറ്റില്ല, സംഭവം പൊളിഞ്ഞുപോയി. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞു. ഒരു 6 മാസം കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം. ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, ഗോപാലകൃഷ്ണൻ ചേട്ടൻ. അറിയാം. ഗോപാലകൃഷ്ണൻ ചേട്ടൻ എന്നോട് ചോദിച്ചു, ദേവരാജ മാസ്റ്റർ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, പാടാനായിട്ട് താല്പര്യമുണ്ടോ ചേട്ടാ? അത് വലിയൊരു അവസരമല്ലേ, മാസ്റ്റർ ഒന്ന് പോയി കാണാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ മാസ്റ്റർ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നു. മാസ്റ്റർ കരമനയിൽ താമസിക്കുന്ന വീട്ടിൽ ചെല്ലുന്നു. ഞാനൊരു ഈ ഞൊണ്ടിയൊന്നുമല്ല പോയത്, ആളെ മനസ്സിലാവരുതൊന്നും ഉണ്ട്, എന്നാൽ മനസ്സിലാവണം. ഒരു ഇങ്ങനെ വെച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ പോയത്. പഴയ അന്ന് ചെന്ന ആളാണെന്ന് തോന്നരുത്, എന്നാ ഒരു ഫ്രഷ് എൻട്രി കിട്ടണം, എന്നാ മുമ്പ് പരിചയമുള്ളതുകൊണ്ട് ഗുണം കിട്ടിയാലോ, പല ചിന്തയിലാണല്ലോ. അവിടെ ചെന്ന് മാസ്റ്റർ പറഞ്ഞു, നീ ഇരിക്കുകയെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, മാസ്റ്റർ കോളേജിൽ പഠിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, നീ എന്തെങ്കിലും ഒന്ന് പാട് എന്ന് പറഞ്ഞിട്ട് ഹാർമോണിയം എടുത്തു വെച്ചു. എത്ര അതിന്റെ ശ്രുതി? അപ്പോൾ ഒന്ന് ഞാനങ്ങനെ പാട്ട് പാടാൻ പ്രാക്ടീസ് ചെയ്തിട്ടോ മാസ്റ്ററുടെ പാട്ടൊന്നും മനസ്സിൽ വിചാരിച്ചൊന്നുമല്ല പോയത്. ഞാനപ്പോ നേരെ ഒന്നെന്ന് പറഞ്ഞു. മാസ്റ്റർ ശ്രുതി പിടിച്ചു, സ്വർഗപുത്രി നവരാത്രി അത് പാടി. മാസ്റ്റർ കേട്ടിട്ട് കേട്ടോണ്ടിരുന്നു. ഇതിന്റെ ശ്രുതി ഇതല്ല.
രണ്ടാ നിനക്ക് രണ്ടിന് പാടാൻ ഒക്കുമോ എന്ന് ചോദിച്ചു. ശ്രമിക്കാം മാസ്റ്റർ. മാസ്റ്റർ വീണ്ടും 2 ശ്രുതി പിടിക്കുന്നു. ഞാൻ പാടി. അപ്പോൾ മേലെ നിന്നെ പ്രണയപരാധീനയാക്കുവാൻ, അത് നല്ല ഹൈ ആണ്. അപ്പൊ 1 പാടിയപ്പോ മാസ്റ്റർ പറഞ്ഞ 1 പാടുമ്പോൾ നിനക്ക് മേലെ കുഴപ്പമില്ല, അപ്പൊ നിനക്ക് താഴെ പാൽക്കടൽ തീ ആ ബേസ് നിനക്ക് കിട്ടുന്നില്ല, അക്ഷരങ്ങൾ 2 പാടുമ്പോൾ നിനക്ക് മേലെ ഒക്കുന്നില്ല, നീ പിന്നെ എന്തോന്ന് പാട്ടുകാരൻ. അപ്പൊ ഞാൻ ആകെ കൺഫ്യൂഷനായി. എന്നിട്ട് മാസ്റ്റർ ഒരു വാക്ക് പറഞ്ഞു, അതാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള കോൺഫിഡൻസ്. പക്ഷെ നീ വിചാരിച്ചാൽ നിനക്ക് നല്ലൊരു പാട്ടുകാരനാവാൻ സാധിക്കും. നീ വിചാരിക്കണം, ഞാൻ വിചാരിച്ചാൽ പോരാ. അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം. നിനക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്നാൽ നിനക്ക് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഈ പാട്ട് തന്നെ എടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങി. 2 ശ്രുതി പിടിക്കുന്നു. മാസ്റ്റർ ഓരോ വരി വീതം പഠിപ്പിക്കുന്നു. 1.5 മണിക്കൂറോളം എന്നെ ആ പാട്ട് മാസ്റ്റർ പഠിപ്പിച്ചു. പിന്നെ ഇനി എന്ന് വരുമെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് വരാം. അങ്ങനെ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അവിടെ പോവും. മാസ്റ്റർ ഓരോ പാട്ടുകൾ പഠിപ്പിക്കും. അങ്ങനെ ആണ് മാസ്റ്ററുമായിട്ടുള്ള ഒരു ഗുരുശിഷ്യ ബന്ധം തുടങ്ങുന്നത്. ഇതിന്റെ രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഈ പാട്ട് പഠിപ്പിച്ചിട്ട് ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് അനുവാദം ചോദിച്ചിറങ്ങാണ്. മാസ്റ്റർ ഞാനൊന്ന് പോയിട്ട് ഇനി എപ്പോ വരും? ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് വരാം മാസ്റ്റർ. ശരി. നിന്റെ മറ്റേ കൊന്ത് എന്തി? എന്തോ മാസ്റ്റർ? നിന്റെ മൊബൈൽ ഫോൺ മറന്നിട്ടില്ല. പെട്ടെന്ന് കാണുന്നില്ല സുദീപിന്. ഒറ്റ ഓട്ടോ ഞാനങ്ങ് ഇല്ലാതായി പോയി. അത് ഓഫ് ചെയ്ത് വെച്ചിട്ടല്ലേ അത് കൊണ്ട് ഇതിനകത്തോട്ട് കയറരുത്. ഞാൻ പറയും ഇല്ല മാസ്റ്ററെ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, സൈലന്റ് ആണ്. ശരിയെന്ന്. അങ്ങനെ ആണ് തുടങ്ങിയതൊരു ഗുരുശിഷ്യ ബന്ധം തുടങ്ങി. അത് മാസ്റ്ററുടെ അവസാന നാളുകൾ വരെ, അത് 6 വർഷത്തോളം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനായിട്ടിരിക്കാനും അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെങ്കിലും അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ കൂടെ സഹകരിക്കാൻ പറ്റിയത് കൊണ്ട്, അല്ല എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണത്. ഒന്നെന്ന് പറയാൻ പാടില്ല, ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ അതിനെയാണ് കാണുന്നത്. അന്ന് പുറത്താക്കിയാൽ എന്താ സുദീപേട്ടാ, ഭയങ്കര വലിയ ഭാഗ്യല്ലേ പിന്നെ ലൈഫിലുണ്ട്. ഭാഗ്യമല്ല, അത് ഭാഗ്യം. ഭാഗ്യം. എന്തായാലും നമുക്ക് പാട്ട് കേക്കണ്ടേ? കേക്കണം പിന്നെ കേക്കണ്ട. ഏത് പാട്ടാ പാടാ? മാസ്റ്ററുടെ തന്നെ ഏതെങ്കിലും ഒരു പാട്ട്. ശരി. സുദീപ് ഏത് പാട്ടാ പാടാ? പാടേ അങ്ങനെ അവിടെ ചോദിച്ചത്. അങ്ങനെ ആ സൈഡിലേക്ക് നമ്മൾ ചിന്തിക്കേ വേണ്ട, അതങ്ങ് വിട്ടേക്കാം. അതെ. താങ്ക് യു ചേട്ടാ. ഓക്കെ. ഹാപ്പി ആയില്ലേ എല്ലാരും?